കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടേഴ്സിന്റെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സ്റ്റൈപ്പൻഡ് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് OP പൂർണ്ണമായി ബഹിഷ്കരിച്ചുള്ള സമരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഒട്ടേറെ സാധാരണക്കാരായ രോഗികൾ എത്തുന്ന സ്ഥലമാണ്. മെഡിക്കൽ കോളേജിൽ അങ്ങനെ ബഹിഷ്കരിച്ചൊക്കെ OP ബഹിഷ്കരിച്ചൊക്കെയുള്ള സമരത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ അനേകം പേർ ഓരോ ദിവസവും എത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിൽ തന്നെ ഡോക്ടർമാരുടെ അഭാവമുണ്ട്. മാത്രമല്ല അവിടെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് PG ഡോക്ടേഴ്സിന്റെ സാന്നിധ്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല. അവരാണ് ഇപ്പോൾ അവരുടെ സ്റ്റൈപ്പൻഡ് വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നു. 8 മണിയോട് കൂടിയാണ് അവർ സമരം ആരംഭിച്ചത്. 9:30 മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ഈ ഓഫീസിന്റെ ഭാഗത്തേക്ക് ഈ വിധത്തിൽ ബാനറുമായി എത്തിക്കൊണ്ട് അവരുടെ മുദ്രാവാക്യം വിളികളും അവരുടെ അവകാശ പോരാട്ടങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. മറ്റ് മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ സ്റ്റൈപ്പൻഡ് ലഭിക്കുമ്പോൾ തങ്ങളുടേത് മാത്രം തടഞ്ഞു വെക്കുന്നു, അവഗണനയാണ് എന്ന കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ PG ഡോക്ടേഴ്സ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടന്നിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭ്യമാണെന്ന് വരുന്നത്? നമ്മൾ ഇന്നലെയും കൂടി പ്രിൻസിപ്പലുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ചർച്ച നടത്തിയതിൽ നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ ആവശ്യം ഇന്നലെ അത് ക്രെഡിറ്റ് ആകണം എന്നുള്ളതായിരുന്നു. അത് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല. എന്താണ്, എവിടെയാണ് തടസ്സം ഉണ്ടായെന്ന് ഇവർക്കും അറിയത്തില്ല, ഇതിൻ്റെ മേളിലുള്ളവർക്കും അറിയത്തില്ല. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് നമ്മളിപ്പം ഈ സ്ട്രൈക്കിന് ഇറങ്ങാൻ നമ്മളെ ഇതാക്കിയത്. OP ബഹിഷ്കരണം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അനേകം രോഗികൾ വലിയ ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യമുണ്ട്. ഇത് കഴിവതും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആക്ച്വലി ഇന്നലെ തുടങ്ങേണ്ട സമരമായിരുന്നു. അപ്പം ജനങ്ങളുടെ ഒരു സേവനവും കൂടി ഉള്ളതുകൊണ്ട് അവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കരുതെന്ന് വിചാരിച്ചാണ് ഇന്നലെയും കൂടി ഞങ്ങൾ നോക്കിയത്. ഇന്നലെ അതിനൊരു തീരുമാനം ആകാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേടുണ്ടായത്. അപ്പോൾ ഇതിന് നീണ്ടു പോവുകയാണെങ്കിൽ ഇനി കാഷ്വാലിറ്റി പോലുള്ള അത്യാഹിത വിഭാഗം കൂടി ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. എന്നാലും അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോവുകയാണ്. അത്യാഹിത വിഭാഗങ്ങളെ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ സമരം തുടരുകയാണ് എങ്കിൽ തീവ്രപരിചരണ വിഭാഗം, അതുപോലെ അത്യാഹിത വിഭാഗം, ലേബർ റൂം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കും എന്ന കാര്യമാണ് PG ഡോക്ടേഴ്സ് പറയുന്നത്. അനുജ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് PG ഡോക്ടേഴ്സിന്റെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുള്ളത്. സ്റ്റൈപ്പൻഡ് വൈകുന്നതിലുള്ള പ്രതിഷേധം. നിലവിൽ OP പൂർണ്ണമായി ബഹിഷ്കരിച്ചിട്ടുള്ള സമരത്തിലാണ് PG ഡോക്ടേഴ്സ്.